ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാം തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും ദൈവത്തിന്റെയും നമ്മുടെയും ദാഹം ഒത്തുചേരുന്നിടമാണ് പ്രാർത്ഥന. വിശുദ്ധ അഗസ്റ്റിന്റെ ഈ വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് റാസൽ കൈമ നഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള നഴ്സുമാർ തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ നമ്മോട് പങ്കുവെക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളും ഓരോ ക്രിസ്തുസാക്ഷ്യമായി മാറാനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഷീന, നമുക്ക് നമ്മളെ പരസ്പരം അറിയാമെങ്കിലും ശാലോം പ്രേക്ഷിതർക്ക് വേണ്ടി നമുക്ക് നമ്മളെ ഒന്ന് പരിചയപ്പെടുത്താം. തീർച്ചയായിട്ടും ചേച്ചി. എൻ്റെ പേര് ഷീന. ഞാൻ റാസക്കൈമയിൽ ഭർത്താവും 2 മക്കളുമായി 10-14 വർഷമായിട്ട് താമസിക്കുന്നു. നാട്ടിൽ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ മണലുങ്കൽ പള്ളി ഇടവക അംഗമാണ്. ഞാൻ അന്നമ്മ. എനിക്ക് ഭർത്താവ് 3 മക്കളുമുണ്ട്. ഞാൻ റാസക്കൈമയിൽ 23 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. നാട്ടിലെ ചങ്ങനാശ്ശേരി സീക്രട്ട് ഹാർട്ട് ഇടവക അംഗമാണ്. ചേച്ചി, നമ്മൾ ഒന്നിച്ച് ICUയിൽ ഒരു 10 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. എൻ്റെ പല വിഷമ കാലഘട്ടങ്ങളിലും ചേച്ചി എനിക്ക് ദൈവവചനങ്ങൾ പങ്കുവെച്ച് തരികയും ആത്മീയ ഉപദേശങ്ങളൊക്കെ തരികയും ചെയ്തിട്ടുണ്ടല്ലോ. ചേച്ചി എങ്ങനെയാണ് ഒരു ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്ന് ഒന്ന് പങ്കുവയ്ക്കാമോ? ഷീന, ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ആത്മീയമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് വളർന്നത്. എൻ്റെ മാതാപിതാക്കന്മാർ ഞങ്ങളെ ഡെയിലി പള്ളിയിൽ വിടുകയും പ്രാർത്ഥിക്കുകയും, പിന്നെ എൻ്റെ അമ്മയാണെങ്കിൽ നല്ലൊരു മരിയഭക്തിയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഞങ്ങൾ നൊവേന ചൊല്ലുകയും മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ ജീവിച്ചത്. പിന്നെ എനിക്ക് പോകാൻ സാധിച്ചത് സ്കൂളിൽ ഞാൻ പഠിച്ച കോളേജ്, നഴ്സിംഗ് കോളേജ്, ഇതെല്ലാം ഞാനൊരു ക്രിസ്തീയ അടിസ്ഥാനമുള്ള ഒരു കോളേജിലും സ്കൂളിലും ഒക്കെ പോകാനായിട്ട് ദൈവം എന്നെ അനുവദിച്ചു. അവിടെ നിന്നൊക്കെ കിട്ടിയ ആത്മീയ അറിവും ഉണർവും എനിക്ക് വളരെയേറെ ഒരു ആത്മീയ വിശ്വാസത്തിൽ, ആത്മീയ ബന്ധത്തിലേക്കും ഒരു നല്ല വിശ്വാസത്തിലേക്കുമൊക്കെ ദൈവകൃപയാൽ എനിക്ക് വളരാനും മറ്റുള്ളവരിലേക്ക് അതൊക്കെ പങ്കുവയ്ക്കാനായിട്ടും സാധിച്ചു. അപ്പോൾ ആ വിശ്വാസത്തിന് പ്രകാരം എൻ്റെ ഒരു വിശ്വാസമുണ്ട് എല്ലാ പ്രാർത്ഥനയും ഒരു അനുഗ്രഹമാണെന്ന്. അപ്പോൾ വിവാഹശേഷമാണെങ്കിലും ഞങ്ങൾ ഓരോ റിട്രീറ്റ് സെൻ്ററിൽ പോവുകയും ഈശോയോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ആവശ്യമായ കൃപകളും നന്മകളും ഒക്കെ യാചിക്കുകയും ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ഷീന ചോദിച്ചപ്പോഴൊക്കെ എനിക്ക് ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഷീനയെ സഹായിക്കാൻ സാധിച്ചത്. ചേച്ചി, അതുപോലെ തന്നെ ഞാനും ഒരു ക്രിസ്തീയ സ്ഥാപനത്തിലൊക്കെയാണ് പഠിച്ചു വളർന്നത്. അത് എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും എൻ്റെ ആവശ്യങ്ങളിലൊക്കെ ദൈവം നേരിട്ട് ഇടപെടുന്ന പോലെ എനിക്ക് പലപ്പോഴും ഫീലിംഗ് തോന്നിയിട്ടുണ്ട്. അതിന് ഉദാഹരണമായി പറയുവാണെങ്കിൽ, ഞാൻ ഡൽഹിയിലും സൗദിയിലൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ ഒപ്പം ഇവിടെ UAE വന്നിട്ട് 1.5 വർഷത്തോളം എനിക്ക് ജോലിയില്ലാതെ ഞാൻ ഒത്തിരി വിഷമിച്ചു. പല ഹോസ്പിറ്റലുകളിലും പല ഓഫീസുകളിലും ഒക്കെ കയറി ഇറങ്ങിയിട്ടും ഒരു ജോലി കിട്ടാതിരുന്ന ഒരവസ്ഥയിൽ ഞാൻ ദുബായിൽ ഒരു ഓഫീസിൽ എൻ്റെ ഇവാലുവേഷൻ്റെ പേപ്പർ മേടിക്കാൻ പോവുകയും അവിടെ ചെന്നപ്പോൾ ഒരു വ്യക്തി എന്നോട് ചോദിച്ചു, ജോലിയില്ലേ ഇപ്പോൾ, ഇന്നിവിടെ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്, അതിൽ പോയി അറ്റൻഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. എൻ്റെ മാനസികമായ ഒരു ചിന്തയിൽ എനിക്ക് പെട്ടെന്ന് അത് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ആ ഇൻ്റർവ്യൂ നടക്കുന്നിടത്ത് ഞാൻ പോയാൽ അവരെന്നെ അംഗീകരിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, വരൂ ഞാൻ അവിടെ എത്തിക്കാം എന്ന് പറഞ്ഞു. ഇതൊരു ഓപ്പൺ ഇൻ്റർവ്യൂ ആയിരുന്നു നേഴ്സസിന് വേണ്ടി. അന്ന് സ്റ്റാർട്ടിംഗ് ഡേ ആയിരുന്നു. ഇതൊന്നും അറിയാതെയാണ് ഞാൻ അവിടെ ചെന്നത്. ആ വ്യക്തി എന്നെ ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയും എന്നെ കൂടെ അവിടെ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യിക്കണമെന്ന് പറയുകയും അവിടുന്ന് ഇൻ്റർവ്യൂ പാസ്സായി റാസക്കൈമയിൽ എനിക്ക് ജോലി കിട്ടുകയും ഒക്കെ ചെയ്തു. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ചേച്ചി, ഷീന ഷെയർ ചെയ്തതിന് പ്രകാരം എനിക്ക് മനസ്സിലായത്, നമ്മൾ ജെറമിയ 29:11 ഇങ്ങനെ ഒരു ബൈബിൾ വചനം ഉണ്ടല്ലോ, നിങ്ങളെക്കുറിച്ചുള്ള ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്ന്. അപ്പോൾ ഈശോ ഷീനയെ ആ ഒരു വഴിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതായിട്ടാണ്. തീർച്ചയായിട്ടും ചേച്ചി, ഞാനും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ദൈവം എന്നെ കൈപിടിച്ച് അവിടെ കൊണ്ടെത്തിച്ചതായിട്ടാണ് ഞാൻ എന്നും വിശ്വസിക്കുന്നത്.
എനിക്കും അതുപോലെ തന്നെ പറയാനുള്ളത്, ഞാൻ ഇവിടെ വന്നിട്ട് സൗദിയിൽ നിന്ന് ഇവിടെ വരികയും എക്സാം കൊടുക്കുകയും പിന്നെ ഇവിടെ ഒരു ജോലിയിലൊക്കെ ആകുവാനൊക്കെ ആയിട്ട് സാധിച്ചത് ഈശോയുടെ വലിയ കാരുണ്യമാണ്. ഞാൻ അവിടെ വന്ന് സൗദിയിൽ നിന്ന് വന്ന് ഇവിടെ വിസിറ്റ് വിസയായി വന്ന് എക്സാമൊക്കെ കൊടുത്തപ്പം എക്സാമൊക്കെ കുറച്ച് ടഫായിരുന്നു. ഞാൻ അന്ന് 6 മന്ത് പ്രഗ്നൻസി ഒക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു. ഞാനിങ്ങനെ വിഷമിച്ച് ബൈബിളൊക്കെ എടുത്തപ്പം എനിക്കോട് ഈശോ പറഞ്ഞ ഒരു വചനം ഇതാണ്: വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്നുള്ളൊരു വചനം. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം തന്നെ എക്സാം പാസ്സാകുവാനും പിന്നെ എനിക്കിവിടെ ഒരു ജോലി ലഭിക്കുവാനും ഇന്നിപ്പോൾ നിങ്ങളുടെ കൂടെ ആയിരിക്കുവാനും ഒക്കെ ഈശോ എന്നെ അനുഗ്രഹിച്ചു. ഈശോയ്ക്ക് നന്ദി. ദൈവത്തിന് മഹത്വം ചേച്ചി. അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ ഓർമ്മ വരികയാണ് ചേച്ചി. എൻ്റെ മോന് പണ്ട് അസുഖം വന്ന സമയങ്ങളൊക്കെ ചേച്ചിക്ക് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. അന്ന് മോന് 10.5 മാസം പ്രായമായിരുന്നു. ഞാൻ അന്ന് മോൻ്റെ ദേഹത്ത് കുറച്ച് നീലപ്പാടുകളൊക്കെ നോട്ട് ചെയ്യാൻ ഡോക്ടറെ അടുത്ത് ചുമ്മാ ചെക്കപ്പിന് വേണ്ടി ചെന്നതാണ്. അപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവായിട്ട് കണ്ടു. നോർമൽ പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞാൽ ചേച്ചിക്കറിയാലോ 1.5 ലക്ഷം തൊട്ട് 4.5 ലക്ഷം വരെയാണ്. അന്ന് എൻ്റെ മോൻ്റെ കൗണ്ട് വെറും 7000 ഉണ്ടായിരുന്നുള്ളൂ. അന്ന് വളരെ വിഷമിച്ച ഒരു കാലഘട്ടമായിരുന്നു പിന്നെ മുമ്പോട്ടുണ്ടായിരുന്നത്. മോന് ഒരാഴ്ച അഡ്മിറ്റാക്കും, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് മെഡിസിനൊക്കെ കൊടുത്ത് ഇച്ചിരി കയറും, പിന്നെയും കുറഞ്ഞു വരും. അങ്ങനെ എപ്പോഴും ഒരു അഡ്മിഷനും. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ബോൺമാരോ ബയോപ്സി ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അതിനിവിടെ ഒന്നും സൗകര്യം ഇല്ലാഞ്ഞിട്ട് ഇന്ത്യയിലോട്ട് പോകേണ്ടി വന്നു. അങ്ങനെ ഇന്ത്യയിലും UAE ഒക്കെ ആയിട്ട് മോന് വേണ്ടി ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ നടത്തി. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടത്തിയ സമയത്തൊക്കെ ഡോക്ടേഴ്സ് പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഇതിനൊരു കംപ്ലീറ്റ് ആയിട്ടൊരു ക്യൂർ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ മെഡിസിൻ ട്രൈ ചെയ്യാം, ഒരു 50% ചിലപ്പം ചാൻസ് ഉണ്ടാവും, അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ മോൻ കുഞ്ഞായിരുന്നുകൊണ്ട് ഈ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുമ്പോൾ ചേച്ചിക്ക് അറിയാമല്ലോ, ബ്ലീഡിങ്ങിന് ചാൻസ് കൂടുതലാണ്, ഇൻഫെക്ഷൻ പെട്ടെന്നുണ്ടാവും. അപ്പോൾ മോനെയും കൊണ്ട് ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു. ആ പ്രായത്തിൽ മോനെ മറ്റുള്ളവരുടെ കൂടെ കളിക്കാൻ വിടാൻ പറ്റില്ല, പിന്നെ ബേബി സിറ്റിങ്ങിലൊന്നും ഏൽപ്പിക്കാൻ പറ്റില്ല, എപ്പോഴും ഒരാൾ അടുത്ത് വേണ്ട അവസ്ഥയായിരുന്നു. അങ്ങനെയുള്ള വളരെ ബുദ്ധിമുട്ടിയ ഒരു കാലഘട്ടമായിരുന്നു അത്. പിന്നെ ട്രീറ്റ്മെൻറ്റിനായി UAEയിലും ഇന്ത്യയിലും എപ്പോഴും യാത്ര, ഇതെല്ലാം ആ സമയങ്ങളിലൊക്കെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച ഒരു സമയമായിരുന്നു. കാരണം അതല്ലാതെ ഞങ്ങൾക്ക് വേറൊരു മാർഗ്ഗം ഉണ്ടായിരുന്നില്ല. ഡോക്ടേഴ്സ് എല്ലാം പല മെഡിസിനുകളും സ്റ്റാർട്ട് ചെയ്തു. എന്ത് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്താലും അതെല്ലാം സൈഡ് ഇഫക്റ്റ്, ലൈക്ക് സ്റ്റീറോയിഡൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് ഒരു ഫുൾ മൂൺ സ്പേസ് ആയിരുന്നു മോന്. അങ്ങനെ അല്ലാതെ എല്ലാവരും അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം വരുന്നു, അങ്ങനെ എല്ലാം പല സൈഡ് എഫക്റ്റുകളല്ലാതെ മെഡിസിനിലൊന്നും അവന് കൗണ്ട് കൂട്ടാൻ സാധിച്ചില്ല. അങ്ങനെ പല ധ്യാന കേന്ദ്രങ്ങളിലും മോനെയും കൊണ്ട് പോവുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. അപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് മോനെയും കൊണ്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോകുമ്പം അവിടെയൊക്കെ ചെല്ലുമ്പോഴായിരുന്നു ചേച്ചി, ഞാൻ മോന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് ക്യാൻസർ ബാധിച്ച കുട്ടികളും തളർന്നു കിടക്കുന്ന രോഗികളും. അപ്പം നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ മോൻ നടക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, നമ്മളെക്കാൾ ദുഃഖിക്കുന്ന അനേകരെ അവരെ കാണുകയും അപ്പം മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രചോദനമാണ് അന്നൊക്കെ ഉണ്ടായത്. അങ്ങനെ പല ധ്യാനങ്ങൾ നടന്നതാണ്. 2017 ഞാനൊരു ധ്യാനത്തിൽ പങ്കെടുക്കുകയും ഒരു ബ്രദർ മോന് വേണ്ടി പ്രത്യേകം കൈവച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് പറഞ്ഞു മോന് സൗഖ്യപ്പെടുമെന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. ആ ഒരു വിശ്വാസത്തിൽ ഞാൻ വീട്ടിലോട്ട് വരികയും വീട്ടിൽ വന്നപ്പോൾ എൻ്റെ സിസ്റ്ററിലോ പറഞ്ഞു, ഇത്രയും നാൾ നിങ്ങൾ ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ ട്രൈ ചെയ്തല്ലോ, എന്തുകൊണ്ട് ഒരു ഹോമിയോ ട്രൈ ചെയ്തുകൂടാന്ന് എന്നോട് ചോദിച്ചു. പക്ഷേ ഒരു നേഴ്സായി എനിക്ക് അതിലൊന്നും വലിയ വിശ്വാസം തോന്നിയില്ല. എങ്കിലും ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു പോവുകയും ഒരു ഡോക്ടറെ പോയി കണ്ടു, ഞങ്ങളൊരു ഹോമിയോ ഡോക്ടർ. ആ ഡോക്ടർ ഞങ്ങളെ വേറൊരു ഡോക്ടറുടെ അടുത്ത് എത്തിക്കുകയും ചെയ്തു. ആ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ എനിക്ക് അന്ന് വരെ തോന്നാത്ത ഒരു വിശ്വാസം ആ ഡോക്ടറിൽ തോന്നി. അങ്ങനെ ഞങ്ങൾ ഹോമിയോ മരുന്നൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഹോമിയോ മരുന്ന് ചെയ്തു. ഇത് ഒരു 1.5 വർഷത്തോളം പിന്നെയും ഹോമിയോ മരുന്നുകൾ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു, മോനെ ഒരു സേഫായ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൗണ്ട്, അതായത് ഒരു 50,000 മുകളിലൊക്കെ ആണെങ്കിൽ ബ്ലീഡിങ് ചാൻസ് കുറവാണ്. അപ്പം ഞാൻ ഓർത്ത് ആ രീതിയിൽ ഈശോയെ എൻ്റെ മോനെ ഒരു കൗണ്ട് നിലനിർത്തണേ. അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന ഞാൻ പയ്യെ മോനെ ഒരു 1 ലാഖിന് മുകളിലോട്ട് മോൻ്റെ കൗണ്ട് കൂടുന്നതിനായിട്ട് കാണാൻ പറ്റി. അപ്പോൾ അങ്ങനെ 1.5 ലക്ഷത്തിലോട്ടൊക്കെ മോൻ്റെ കൗണ്ട് എത്തി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി മരുന്നോ ലേപനമോ അല്ല, ദൈവത്തിൻ്റെ വചനമാണ് അവരെ സുഖപ്പെടുത്തി എന്നുള്ള ഒരു വചനം, ദൈവവചനം എൻ്റെ മനസ്സിലോട്ട് വരികയും അതനുസരിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഒരു തീരുമാനമെടുത്തു, ഇനി മോന് മരുന്നെല്ലാം സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് നോക്കാം. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം എല്ലാ മരുന്നും ഒരു ഡോക്ടറോട് ഒന്നും ചോദിക്കാതെ മരുന്ന് സ്റ്റോപ്പ് ചെയ്യുകയും മോന് അന്ന് തൊട്ട് ഇന്ന് വരെ പൂർണ്ണ ആരോഗ്യവാനായി നിലനിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ പലപ്പോഴും പനിയൊക്കെ വരികയും ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ദേഹത്ത് പാടുകളൊക്കെ ഞങ്ങൾ നോട്ട് ചെയ്യും. അപ്പോൾ പക്ഷേ എപ്പോൾ ടെസ്റ്റ് ചെയ്താലും മോൻ്റെ കൗണ്ട് ഒരു നോർമൽ ലിമിറ്റിൽ അന്ന് തൊട്ട് നിലനിൽക്കുന്നു. ചേച്ചി, ദൈവമാണ് എൻ്റെ മോനെ സുഖപ്പെടുത്തുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഷീനെ കൂടുതൽ വിശ്വാസത്തിലേക്ക്
ദൈവം നയിക്കുന്നതായിട്ടാണ് എനിക്കും തോന്നുന്നത്. അപ്പോൾ എനിക്ക് ഇതുപോലെ തന്നെ ഒരു രോഗശാന്തി പറ്റി പറയാനുള്ളത്, ഒരു അത്ഭുത സാക്ഷ്യം പറയാനുള്ളത്, എൻ്റെ കൈകളിൽ ഭയങ്കരമായിട്ട് അലർജി ഉള്ളതായിട്ട് ഷീനയ്ക്ക് അറിയാമായിരുന്നല്ലോ. തീർച്ചയായിട്ടും ചേച്ചി, അന്ന് നമ്മൾ ഒന്നിച്ച് ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ചേച്ചി പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ച് ഡ്യൂട്ടിക്ക് വരുന്നതൊക്കെ എനിക്കിപ്പോൾ നല്ല ഓർമ്മ തോന്നുന്നുണ്ടെന്നൊക്കെ. എനിക്ക് ഫുഡ് അലർജി ഉണ്ടായിരുന്നു. കൈ ഇങ്ങനെ വിണ്ട് കീറുന്നു. എന്ത് ഫുഡ് കഴിച്ചിട്ടാ, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ കൈ ഇങ്ങനെ ഓപ്പണായിട്ട് വിണ്ട് കീറുക നമ്മൾ പറയത്തില്ല, അതുപോലെയായിരുന്നു. ഞാനിതുപോലെ ഒരുപാട് ഇംഗ്ലീഷ് മരുന്നൊക്കെ ആശ്രയിച്ചപ്പോൾ അവരൊക്കെ എപ്പോഴും എനിക്ക് സ്റ്റീറോയിഡ് എടുക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞു. എനിക്കതിനോടൊരു തീരെ താല്പര്യമില്ലാഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ ഹോമിയോ ഒക്കെ കഴിക്കാൻ തുടങ്ങി. അവസാനം എനിക്ക് വലിയ കാര്യമായിട്ടുള്ള ഒരു മാറ്റമൊന്നും വന്നില്ല. ഒരുപാട് ധ്യാന കേന്ദ്രങ്ങളിൽ, കൗൺസിലിംഗ് സെൻറ്റേഴ്സിലൊക്കെ ഞാൻ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടും 1 വർഷക്കാലം എനിക്ക് ഒരു മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ കൈ അങ്ങ് പഴുക്കാൻ തുടങ്ങി. പിന്നെ ഒരു രീതിയിലും മറ്റുള്ളവരിലേക്ക് കൈ കാണിക്കാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ ആയി. അപ്പോൾ മാനസികമായിട്ടൊക്കെ ഒരുപാട് അസ്വസ്ഥത ഉണ്ടായിരുന്നു ആ സമയങ്ങളിലൊക്കെ. അപ്പോൾ ഞാൻ ഞങ്ങളുടെ ഇടവകയിലുള്ള ഒരു പള്ളിയിലേക്ക്, മാതാവിൻ്റെ ഒരു പള്ളിയിലേക്ക് കടന്നു ചെല്ലാനും നമ്മൾ വീണ്ടും ദൈവത്തോട് യാചിക്കുകയാണല്ലോ നമ്മുടെ ഒരു നിസ്സഹായാവസ്ഥയിൽ. അപ്പം അവിടെ ഇരുന്ന് ഒരു സഹോദരി എന്നെ കൗൺസിലിംഗിന് ഇരുത്തുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഷീന, അത്ഭുതം എന്ന് പറയട്ടെ, അവരെന്നോട് പറഞ്ഞത് ഈശോയുടെ ഒരു തുള്ളി തിരുരക്തം എൻ്റെ കയ്യിലേക്ക് വീഴുന്നതായിട്ട് അവർ കാണുന്നതായിട്ടാണ് അവരെന്നോട് പറഞ്ഞത്. അപ്പോൾ എനിക്കതിൻ്റെ വലിയ അർത്ഥങ്ങളോ മീനിങ്ങോ ഒന്നും മനസ്സിലായില്ല. അപ്പം ഞാൻ ഇത് എന്താണെന്നുള്ളത് മനസ്സിലാകാത്ത ഒരു രീതിയിൽ ഇരുന്നപ്പം ഞാനിങ്ങനെ എൻ്റെ കയ്യിൽ ഇങ്ങനെ മണപ്പിച്ചപ്പോഴത്തേക്ക് എനിക്കൊരു ഭയങ്കര ഒരു സുഗന്ധം അനുഭവിക്കാനായിട്ട് ഇടയായി. അതായത് നമ്മൾ വലിയ കോസ്റ്റ്ലി പെർഫ്യൂംസൊക്കെ മേടിക്കുന്നത് പോലെ. അപ്പോൾ ഞാനതൊരു സാക്ഷിയായിട്ട് ആകത്തക്ക രീതിയിൽ എൻ്റെ സഹോദരി കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തിനെയും കാണിച്ചു കൊടുത്തു, കൗൺസിലറിനെയും കാണിച്ചു കൊടുത്തു. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത് ഈ സുഗന്ധവാഹിനി അമ്മ മാതാവിൻ്റെ ഒരു സാന്നിധ്യമാണ് എന്ന് പറഞ്ഞത്. പിന്നെ അപ്പം ഞാൻ ഉടനെ തന്നെ മരുന്നൊന്നും ഡിസ്കണ്ടിന്യൂ ചെയ്തില്ല. കുറേ നാളും കൂടെ ഞാൻ ഹോമിയോ എടുത്ത് ഇപ്പോൾ എനിക്ക് കൈക്ക് പരിപൂർണ്ണ സൗഖ്യമാണ്. ദൈവത്തിന് മഹത്വം ചേച്ചി. അത് മാതാവ് ഈശോയിലൂടെ അത് നമ്മുടെ ഒരു അവസ്ഥയിൽ ഈശോ എങ്ങനെയാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്നും ഇറങ്ങി വരുന്നതെന്നും നമ്മൾ വിളിക്കുമ്പം എങ്ങനെയാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പം ഈ കൈകളെ പൂർണ്ണ സൗഖ്യം തന്ന മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. ചേച്ചി, അതുപോലെ തന്നെ ചേച്ചിക്ക് വീണ്ടും സഹനങ്ങൾ ഉണ്ടായതായിട്ടും എനിക്കറിയാമല്ലോ. ഈയിടെ മോന് വയ്യാതായ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നല്ലോ, പനിയായിട്ട് അഡ്മിറ്റ് ആയതൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. അന്ന് വന്ന് നമ്മളൊക്കെ പ്രാർത്ഥിച്ചിരുന്നല്ലോ ആ അവസ്ഥ. ഷീന, മോന് ഒരു കുഴപ്പമില്ലാതിരുന്ന മോന് 20 വയസ്സ് വരെ ഒരു കുഴപ്പമില്ല, ചെറിയ ചെറിയ രോഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ഒരിക്കലും അവന് ഭയങ്കരമായിട്ട് പനി വന്നു. നമ്മളവന് ആവശ്യമായിട്ടുള്ള മരുന്നുകളൊക്കെ കൊടുക്കുകയും ചെയ്തതാണ്. പനി കുറഞ്ഞു. പക്ഷേ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പം അവന് പെട്ടെന്ന് ഒരു ഛർദിലൊക്കെ പോലെ വന്ന് അവന് പെട്ടെന്ന് തല ചുറ്റി താഴെ വീണു. അപ്പോൾ എനിക്ക് തന്നെ എന്താണെന്നൊന്നും മനസ്സിലായില്ല. നമ്മളവനെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവൻ്റെ ഒരു വശം തന്നെ തളർന്നുപോയി. 3 ദിവസം അബോധാവസ്ഥയിലായതൊക്കെ നിങ്ങളെല്ലാവരും അറിഞ്ഞതാണല്ലോ. നമ്മുടെ എല്ലാവരും അവന് വേണ്ടി ധാരാളമായി പ്രാർത്ഥിക്കുകയും ഒരുപാട് മാനസിക അസ്വസ്ഥതയിലൊക്കെ കൂടെ നമ്മൾ ആ സമയത്ത് കടന്നു പോവുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അവന് എന്താണ് അസുഖമെന്നൊന്നും ഒരുപാട് ടെസ്റ്റ് ചെയ്തിട്ടൊന്നും അവർക്ക് യാതൊരുവിധ ഡയഗ്നോസിസും ഇല്ലായിരുന്നു. പിന്നെ അവന് കൊടുത്തുകൊണ്ടിരുന്നത് ആൻറ്റിവൈറൽ ട്രീറ്റ്മെൻറ്റ് മാത്രം. അപ്പോൾ ഡോക്ടേഴ്സും നഴ്സസും ഒക്കെ നന്നായിട്ട് അവനെ ശ്രദ്ധിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ആവശ്യമായ പരിഗണനയൊക്കെ തന്നെ അവിടുന്ന് ലഭിച്ചു. പക്ഷേ അതിനപ്പുറം ഞാനിപ്പോഴും ഭയങ്കര വിഷമിച്ചു. 3 ദിവസമായിട്ടും കുഞ്ഞ് ബോധാവസ്ഥയിലേക്ക് വരാത്തത് കൊണ്ട് ഞാൻ വളരെ ഇങ്ങനെ വിഷമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഈശോ എനിക്ക് നൽകിയ ഒരു വചനവേദമാണ്. യാക്കോബ് 5:14 ഇപ്രകാരം പറയുന്നല്ലോ. അത് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വചനം കടന്നു വന്നു. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ, അവർ ദൈവനാമത്തിൽ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ ആ വചനപ്രകാരം ഞാൻ പെട്ടെന്ന് നമ്മുടെ ഇടവകയിലെ വൈദികനോട് പറയുകയും വൈദികൻ കടന്നു വന്ന് അവന് വേണ്ടി രോഗീലേപനം കൊടുക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ഇടയായി. അതിനുശേഷമാണ് കുഞ്ഞിന് കാര്യമായ മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങിയത്. അതുവരെ ആരൊക്കെ അവനെ കണ്ടോ അതിനടുത്ത് ഒന്നും ഒരു
ഒരു ഇതുമില്ലായിരുന്നു, ഒരു അറിവില്ലായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് അവനൊരു വിടുതൽ കിട്ടിയത്. പിന്നീട് അവന് ഇപ്പം ഇന്ന് ഈ നിമിഷം വരെയും അവന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും കർത്താവ് അവനെ വിടിവിച്ച് ദൈവത്തിന് മാത്രം ചേച്ചി. ഇന്നിപ്പോൾ അവൻ നോർമലായിട്ട് അവർ കോളേജിലാണേലും ഇവൻ്റെ അസ്വസ്ഥതയൊക്കെ കണ്ട് അവന് നടക്കാൻ വയ്യാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിനകത്തൊക്കെ എല്ലാം പൂർണ്ണമായി വിടുതൽ നൽകി. അവൻ എക്സാം എഴുതിയപ്പം അവർ പറഞ്ഞു വേണമെങ്കിൽ ഒരു സെമസ്റ്റർ സ്കിപ്പ് ചെയ്തു, വേണമെങ്കിൽ നാട്ടിലേക്ക് ഇവിടേക്ക് വന്നു ട്രീറ്റ്മെൻറ്റിന് പൊക്കോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒന്നിനും ഇടവരുത്താതെ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് അവനെ കർത്താവ് പൂർണ്ണമായും ആ തിന്മയിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ഒക്കെ വിടുവിച്ച് പൂർണ്ണ ആരോഗ്യത്തോടെ എക്സാമിന് നല്ല മാർക്കോടെ ഇപ്പോൾ 90% മാർക്ക് കിട്ടി. ദൈവം അവനെ അനുഗ്രഹിച്ചു. യേശുവിന് നന്ദി ചേച്ചി. ചേച്ചി ഏശയ്യ 53:5 പറയുന്നുണ്ടല്ലോ, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ മുറിവുകളാൽ നാം സൗഖ്യം പ്രാപിച്ചുവെന്ന്. ആ തിരുവചനം പോലെ തന്നെ നമ്മുടെ മക്കളെ ഈശോയുടെ തിരുമുറിവുകളാൽ നമ്മളെ സുഖപ്പെടുത്തുകയാണ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ ചേച്ചി? അതേ ഷീന, നമുക്കൊന്നും അർഹതയില്ലാത്ത പല കാര്യങ്ങളുമാണ് നമുക്ക് വേണ്ടി ഈശോ ചെയ്തു തന്നിരിക്കുന്നത്. നമ്മൾ അത് ഈശോയോടുള്ള സ്നേഹത്തിൽ ആഴപ്പെടാനും വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാനും ഈശോ നമ്മളോട് കാണിക്കുന്ന ഒരു വലിയ കാരുണ്യമാണ്. നമ്മൾ ബൈബിളിൽ കേട്ടിട്ടില്ലേ ഓരോ പ്രഭാതത്തിലും എൻ്റെ കാരുണ്യം പുതിയതാണെന്ന്. അപ്പോൾ എനിക്കതാണ് പറയാനുള്ളത്. നമ്മളെ ഈശോ ഒരുപാട് സ്നേഹിക്കുന്നു. ഈശോയുടെ സ്നേഹത്തിൽ നമ്മൾ നിലനിൽക്കാൻ വേണ്ടി ഈശോ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ വർഷിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും ചേച്ചി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഡേ കെയറിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അവിടെ പിന്നെ ബ്ലഡ് അസുഖമായിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെയാണ് എന്നും വരുന്നത്. അപ്പോൾ അവരെ കാണുമ്പോഴൊക്കെ ഞാൻ എൻ്റെ മോനെ ഓർക്കുകയും അവർക്ക് വേണ്ടി ഈശോയുടെ തിരുക്കരങ്ങളിൽ ആ മക്കളെ എല്ലാം നമ്മുടെ മക്കളെ പോലെ തന്നെ സമർപ്പിച്ച് എന്നും പ്രാർത്ഥിക്കാനുള്ള ഒരു വരം ദൈവം അതിലൂടെ എനിക്ക് തന്നിട്ടുണ്ട് ചേച്ചി. ആ മുറിവുകളിലൂടെ ഇപ്പോൾ എനിക്കതിന് സാധിക്കുന്നുണ്ട്. എനിക്കും ഇത് തന്നെ പറയാനുള്ളത് ഷിന. നമ്മൾ ഒരു വലിയ അസ്വസ്ഥതയിലൂടെ കടന്നു പോയപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ വേദന കണ്ടാൽ മനസ്സിലാവുമല്ലോ. അപ്പം ഞാൻ ICUവിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടിയിൽ ഒരു ജർമ്മൻ പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ആവാനും, അത് ക്രഷ് ഇഞ്ചുറി ആയിരുന്നു. അവിടെ എല്ലാ ഫിംഗേഴ്സും ഒരുപാട് ബ്ലീഡിങ്ങും, അത് തിരിച്ച് കിട്ടുകയില്ല, അതിനെ ആംപുട്ടേറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞൊരവസ്ഥയിലായിരുന്നു. അവരാണെങ്കിൽ മാനസികമായി വളരെ തകർന്നിട്ട് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. ആ സമയത്ത് അവരെ ആശ്വസിപ്പിക്കാനായിട്ടൊന്നും ആർക്കും സാധിക്കില്ലായിരുന്നു. ഞാൻ ദൈവകരങ്ങളിൽ പിടിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആദ്യ സമയത്ത് അവരുടെ നമുക്കറിയാവുന്ന സർക്കുലേഷൻ കൈകളിലേക്ക് പോയില്ലെങ്കിൽ അത് മുറിച്ച് കളയാതെ ഒരു രക്ഷയില്ലാന്ന്. ഞാൻ കയറിയപ്പോൾ 27% ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിന് മഹത്വം, ദൈവനാമത്തിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തി ഈശോയെ ഇറങ്ങി വന്ന് സഹായിക്കണമേ, കർത്താവെ അങ്ങേക്കൊന്നും അസാധ്യമല്ലല്ലോ, ഈശോയെ കരുണ കാണിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചും പ്രകാരം അവരൊരു 4-5 ദിവസം നമ്മുടെ ICUവിലുണ്ടായിരുന്നു. എല്ലാവരും അവരെ നല്ലപോലെ കെയർ ചെയ്ത ഡോക്ടേഴ്സും നഴ്സസും ഒക്കെ. പിന്നീട് നമ്മുടെ ICUവിൽ നിന്ന് അവർ പോയി, വാർഡിലൊക്കെ പോയി. അവരവിടെ നിന്ന് തിരിച്ച് ജർമ്മനിയിലേക്ക് നല്ലൊരു ചികിത്സയ്ക്ക് വേണ്ടി പോകാനിടയായെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ എൻ്റെ ഒരു അനുഭവം വെച്ചുകൊണ്ട് വേറെ ഒരു അക്രൈസ്തവൻ വന്നപ്പോഴും അതും ബൈക്ക് ആക്സിഡൻറ്റ് പെട്ടതാണ്. ശരീരം മൊത്തം തളർന്നു പോയി ഷീന. അപ്പോൾ ആ ഒരു അവസ്ഥയെന്ന് പറയുന്നത് അവർക്ക് ഒരിക്കലും ചിന്തിക്കാൻ വയ്യാത്ത ഒരു കാര്യമാണ്. നമ്മുടെ മക്കളെ പോലെ തന്നെയല്ലേ അവരും. അപ്പോൾ എന്നോട് പുള്ളി എപ്പോഴും 12 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യുമ്പോഴും, സിസ്റ്റർ എനിക്ക് നടക്കാൻ പറ്റുമോ, എനിക്കങ്ങനെയാണ്, എനിക്കിതാണ്, അങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മളെ അങ്ങ് വിഷമിച്ചിരുന്നപ്പം അവസാന സമയത്ത് പുള്ളിക്ക് ആ പേഷ്യൻറ്റിനെ ആശ്വസിപ്പിക്കാൻ എൻ്റെ കരങ്ങളിൽ ഒരു വാക്കില്ലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഈ ഒരു അനുഭവം പുള്ളിയോട് ഷെയർ ചെയ്യാനായിട്ട് ദൈവം ഒരു അവസരം തന്നു. അപ്പോൾ പുള്ളിയാണേലും ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് നമുക്കറിയില്ല ന്യൂറോ സർജറിയുടെയൊക്കെ പ്രോഗ്രസ് വളരെ പയ്യെ നമുക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പുള്ളിയോടും പറഞ്ഞു. ഈശോയിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവം എല്ലാത്തിനും മതിയായവനാണ്. നമ്മൾ ഡോക്ടേഴ്സും നഴ്സസും ചെയ്യാൻ പറ്റുന്നത് ചെയ്യത്തുള്ളൂ, ബാക്കിയെല്ലാം ദൈവമാണ് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത്. ആ ആളും ഒരു 3-4 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് നാട്ടിലൊരു വലിയ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോകുവാനും നല്ലൊരു ചികിത്സയിലേക്ക് ആയിത്തീരുവാനും ഒക്കെ ഈശോ അദ്ദേഹത്തെ അനുവദിച്ചിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം ചേച്ചി. അപ്പോൾ ഈ ഒരു അവസരങ്ങളിലൊക്കെ നമുക്ക് എനിക്ക് കൂടുതലും മനസ്സിലായത് കൂടുതൽ ആഴമായി ഈശോയിലേക്ക് അടുക്കുവാനും, ഈശോ നമ്മളെ പോലെയുള്ള സാധാരണക്കാരിലൂടെ പോലും പ്രവർത്തിക്കുന്നതൊക്കെ കണ്ടപ്പം ഈശോയ്ക്ക് നമ്മളുള്ള സ്നേഹം, ഒരു കരുതൽ, അപ്പം നമ്മൾ എന്തുമാത്രം അവർക്ക് വേണ്ടി ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നതെന്നും ഇപ്പം എന്നെ കൊണ്ടാവുന്ന രീതിയിൽ
എല്ലാ രീതിയിലും അവരെ സഹായിക്കാനായിട്ട് ശ്രമിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞാൻ ആ 2 രോഗികളെയും കുർബാനയിലും എൻ്റെ പേഴ്സണൽ പ്രേയറിലും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഇപ്പോൾ ജോലിക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ രോഗികളെയും ഡോക്ടേഴ്സിനെയും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിലേക്കൊക്കെ ഈശോ എന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ചേച്ചി, എനിക്ക് തോന്നുന്നു നമ്മളൊന്നും നേഴ്സാകണമെന്ന് ആഗ്രഹിച്ച് വന്നതല്ല. ഇപ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. നമ്മൾ ഈ കൂട്ടായ്മയിലൊക്കെ വന്നിരുന്നത് ഇതൊരു വിളിയായിരുന്നെന്നും യേശു നമ്മളെ പ്രത്യേകം തിരഞ്ഞെടുത്തതാണെന്നും നമുക്ക് ഈശോയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ടെന്നും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരമാണെന്നും എല്ലാം ഇപ്പോഴാണ് നമുക്കിത് മനസ്സിലാകുന്നത് അല്ലേ. ഇത്രയും അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് ചെയ്തു തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അല്ലേ ചേച്ചി? ശരി, നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങ് പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് ചെയ്ത വലിയ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും അങ്ങ് പുത്രൻ്റെ നാമം മഹത്വപ്പെടുവാൻ ഞങ്ങൾക്ക് നൽകിയ ഈ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജാവായ ഈശോയെ ഞാൻ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ നിമിഷങ്ങൾക്കും അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മനുഷ്യർക്ക് അസാധ്യമായത് സാധ്യമാക്കുന്ന ദൈവകരങ്ങളുടെ ശക്തി തിരിച്ചറിഞ്ഞ ഈ നഴ്സുമാരെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ സഹനങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കൃപയും ദൈവം നമുക്ക് നൽകുന്നുണ്ട്. അതിനാൽ സഹനങ്ങൾ മാറിപ്പോകാനായി പ്രാർത്ഥിക്കാതെ അതിനെ അതിജീവിച്ച് അതിലൂടെയുള്ള ദൈവകൃപയ്ക്കായി നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഓരോ വിശുദ്ധനും വിശുദ്ധിയുമായി മാറട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.